ആലിൻ ഷെറിൻ എബ്രഹാം 10 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ഈ കുട്ടിയാണ് കേരളത്തിലെ ദ യങ്ങസ്റ്റ് ഓർഗൻ ഡോണർ. ഈ കുട്ടിയുടെ പാരൻസ് അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ. ഈ കുട്ടിക്ക് ഒരു ആക്സിഡൻറ്റിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഈ കുട്ടിക്ക് ഇനി റിക്കവറി ഇല്ല എന്ന് മനസ്സിലാക്കിയ പാരൻസ് ആ കുട്ടിയുടെ ഓർഗൻസ് വേറൊരു 5 കുട്ടികൾക്ക് പുതിയൊരു ലൈഫ് കിട്ടാൻ വേണ്ടി അവർ ഈ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നു. എടാ, ഇതിലും വലിയൊരു നല്ല കാര്യം ചെയ്യാൻ ഇനി എന്താണ് ആ പാരൻസ് ഉള്ളത്? ദേ ഹാവ് ഡൺ ദ ബെസ്റ്റ് തിങ്, ദേ സെറ്റ് ആൻ എക്സാമ്പിൾ. എന്നിട്ടും ഇവിടെ മലയാളികളായ ചില കമൻറ്റ് തൊഴിലാളികൾക്ക് ഈ പാരൻസിനെ കുറ്റം പറയണം. അവർ കരഞ്ഞില്ല, നെഞ്ചത്തടിച്ച് നിലവിളിച്ചില്ല, എന്തുകൊണ്ട് കണ്ണീര് വന്നില്ല, ടൂറ് പോണ മാതിരിയാണോ ഇവർ ഇരിക്കുന്നത്, ഇവർക്ക് എന്താ സങ്കടം വരാതെ, അതിൽ ദുരൂഹതയില്ലേ എന്നുള്ള പല കമൻസായിട്ട് ഇന്നലെയാണ് ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. കേരള സർക്കാരിൻ്റെ എല്ലാ ബഹുമതികളോടും കൂടി ആദരവോടും കൂടി ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു. നമ്മളെല്ലാവരും അതിൻ്റെ വിഷ്വൽസ് കണ്ടു കാണും. അതിനും 2 ദിവസം മുമ്പ് ഈ കുട്ടിയുടെ ഓർഗൻസായിട്ട് ആംബുലൻസ് കേരളത്തിലെ റോഡുകളിലൂടെ പോയ സമയത്ത് ഒരുപാട് പേര് അതിന് ഫെസിലിറ്റീസ് ഒരുക്കി, ഒരുപാട് പേര് അത് ഷെയർ ചെയ്ത്, ഒരുപാട് നമ്മൾ അതിനൊരു എഫേർട്ട്, ഒരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു അത്. മനസ്സിലായില്ലേ? അതിനൊക്കെ കാരണക്കാരായ 2 വ്യക്തികളാണ് അരുൺ എബ്രഹാമും ഷെറിൻ ആൻഡ് ജോണും. ഓക്കെ, കാരണം അവരവരുടെ മകളെ ഇനി ഇല്ല, തിരിച്ചു കിട്ടാൻ വളരെ പാടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പുതിയ ജീവിതങ്ങൾ വരട്ടെ, ജീവനുകൾ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 5 പേർക്ക് ഈ കുട്ടിയുടെ ഓർഗൻസ് ഡൊണേറ്റ്, 5 കുട്ടികൾക്ക്. എഗെയിൻ ദേ ഹാവ് ബിക്കം ലൈക്ക് 5 കുട്ടികളുടെ പാരൻസ് തന്നെയാണ് ഇവരിപ്പോഴും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ പോയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കുറ്റം പറയേണ്ട വല്ല കാര്യമുണ്ടോ? നാറിത്തരല്ലേ നിങ്ങൾ കാണിക്കുന്നത്? എല്ലാവരും നെഞ്ഞത്തടിച്ച് കരയില്ലടേ. ഇമോഷൻസ് ആർ ഡിഫറെൻറ്റ്, പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത് പുറത്ത് വരുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ന്യൂസ് ചാനലുകളും സോഷ്യൽ മീഡിയയും ഡെഫിനറ്റ്ലി സംസാരിക്കേണ്ടതും കുറച്ച് അവയർനെസ് കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ ഈ ഒരു വിയോഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഓർഗൻ ഡൊണേഷൻ്റെ ഇമ്പോർട്ടൻസ് മാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞു അരുൺ കരയുന്നില്ല, ഷെറിൻ കരയുന്നില്ല, അവർ അച്ഛനും അമ്മയും കരയുന്നില്ല, ദുരൂഹത ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ വിഷ്വൽ കണ്ടോ? ഈ അച്ഛനും അമ്മയും ഇങ്ങനെ കൈ പിടിച്ചാൽ നിൽക്കുന്നത് 2 പേരും. മനസ്സിലായി? അവരുടെ കുട്ടി പോയാലും ദേ ആർ പ്രൗഡ്. ബിക്കോസ് 5 കുട്ടികൾക്ക് പുതിയ ജീവിതം കിട്ടാൻ അവരാണ്, ദേ ആർ ദ പേഴ്സൺസ്. അവരുടെ ഒരൊറ്റ അവരുടെ ഒറ്റൊരു ഒപ്പ് അല്ലെങ്കിൽ അവരുടെ ഒറ്റൊരു സമ്മതം മതി. അവർക്ക് 5 ജീവിതം കിട്ടി. അവരുടെ മകളെ തിരിച്ചു കിട്ടില്ല എന്ന് ആയപ്പോൾ പിന്നെ അവർക്ക് അത് ചെയ്തല്ലോടെ അവർ. ഇവിടെ എത്രയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തവരില്ലേ, സെൽഫിഷ് ആവുന്നവരില്ലേ. സോ അവർ അവിടെ നിൽക്കുന്നത് എന്താ അറിയോ? അവരവരുടെ മകളെ ആലോചിച്ച് പ്രൗഡാണ്, അവർ സ്വയം ആലോചിച്ച് ഒരു പ്രൗഡാണ്. ദേ ഹാവ് സെറ്റ് എൻ എക്സാമ്പിൾ. ആൻഡ് കരഞ്ഞു തീർന്നു കാണൂടെ. 5-ാം തീയതിയാണ് ആ കുട്ടിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത്. ഓക്കെ, ദിവസം എത്രയായി? അവർ കരഞ്ഞ് നിങ്ങൾ കണ്ടു കാണും. നിങ്ങളെ കാണിച്ച് കരയണമെന്നുണ്ടോ അവർ? കഷ്ടമുണ്ട് ഈ കമൻറ്റ് എഴുതിയിട്ട നാറികളോടൊക്കെ. ഒന്നും പറയാനില്ല അവരോട്. ഓക്കെ, അപ്പോൾ ഇനി കമ്മിങ് ടു സം അതർ ഡീറ്റെയിലിങ്സ്. ഇതിനകത്ത് അബിൻ വർക്കി, ഇപ്പോൾ ഈ അച്ഛനെയും അമ്മേനെയും കുറ്റം പറഞ്ഞവരുണ്ട്. അബിൻ വർക്കി ഇട്ട ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഫോട്ടോ, അരുണിൻ്റെ ഫോട്ടോ ആണുള്ളത്. ചേട്ടാ, ഞാൻ എൻ്റെ ഡോണർ കാർഡ് പോക്കറ്റിലിട്ടാണ് നടക്കുന്നത്. എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണം. നമ്മളെല്ലാവരും മണ്ണിൽ നിന്ന് ജനിച്ച് മണ്ണിലേക്ക് പോകുന്നവരാണ്. എൻ്റെ കുഞ്ഞിലൂടെ അതെനിക്ക് നേരത്തെ സാധിച്ചു. ഈ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് അബിൻ വർക്കി അവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഓർഗൻ ഡൊണേഷനെ കുറിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു മാഫിയ അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ഫേസ് ദാറ്റ്സ് ദെയർ, അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇഗ്നോർ ചെയ്യുന്നില്ല. പക്ഷേ പല കാരണങ്ങൾ കാരണം അവയവം ലഭിക്കാതെ ഓർഗൻസ് റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് വലിയൊരു കൂട്ടം മെജോറിറ്റി പേഷ്യൻസ് ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. വെരി അൺഫോർച്ചുനേറ്റ്ലി ഡൊണേറ്റ് ചെയ്യാൻ ആളുകളില്ല. മൃതസഞ്ജീവിനി പോലുള്ള പോർട്ടലുകൾ ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല, അവെയർനെസ് ഇല്ല അവിടെ.
ആ നാട്ടിലൊരു വ്യക്തി ഈ മലയാളികൾക്കിടെ നമ്മൾ ഈ 100% ലിറ്ററസി ബാക്കി രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ദ ബെസ്റ്റ് മലയാളി പൊളി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര ബാക്കിലാണ്. ഭയങ്കര ബാക്കിൽ നിന്നല്ല, നമ്മൾ ഭയങ്കര സെൽഫിഷാണ്. അങ്ങനെ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ദിസ് മാൻ ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ. ഈ അച്ഛൻ ഞാൻ വീണ്ടും പറയുന്നു, ഈ വ്യക്തി ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊരു എക്സാമ്പിളായിട്ട് എടുക്കുക. അയാളുടെ സ്വന്തം ഓർഗൻസ് അയാൾ എന്ത് ചെയ്യുന്നു, ഡൊണേറ്റ് ചെയ്യുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്ത ഒരാളാണ്. മനസ്സിലായോ? നമ്മൾ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ നമ്മളെ എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മളിലൂടെ വേറൊരാൾക്ക് ജീവിതം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അതിൽ കുറേ മതത്തിനെ കൊടുന്നിട്ടിട്ടും അതിൽ വേറെ കുറേ ചിന്താഗതികൾ കൊടുന്നിട്ടിട്ടും അവിടെ സെൽഫിഷായിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു അച്ഛനെ ഒരമ്മയാണ് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇത്രയും അധികം വൃത്തികെട്ട കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ കമൻറ്റുകളൊന്നും വായിക്കുന്നില്ല, ഞാൻ കമൻറ്റുകൾ ഇവിടെ കാണിക്കുന്നു എന്നുള്ളൂ. സാധാരണ ഞാൻ കമൻറ്റുകൾ വായിച്ചു പോകാറുണ്ട്, എനിക്കിത് വായിക്കാൻ താല്പര്യമില്ല. മനസ്സിലായി? ഇത്രയും തരം താഴ്ന്ന ചിന്താഗതികൾ, ഇത്രയും മോശമായി ചിന്തിക്കുന്ന ആളുകളെ വായിച്ച് എനിക്ക് എൻ്റെ പീസ് ഓഫ് മൈൻഡ് എനിക്ക് കളയാൻ വയ്യ. അത് ഓൾറെഡി വായിച്ചുകൊണ്ട് എനിക്ക് ഞാൻ ആ ദേഷ്യത്തിലിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ വരെ തെറിയും വിളിച്ചു പറയും. അപ്പം എന്താണെങ്കിലും ഈ വിഷയത്തിൽ നോക്കിക്കാണേണ്ട കുറച്ചധികം കാര്യങ്ങളും ഇതിൽ നിന്ന് മലയാളികളായ നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടതും മാറി ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ പറയുന്നു, ഈ കുട്ടിയുടെ മുത്തശ്ശൻ, ആലിൻ്റെ മുത്തശ്ശൻ ഇന്നലെ റിപ്പോർട്ടർ ചാനലിന് കൊടുത്തൊരു ബൈറ്റിനകത്ത് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, മലയാളികൾക്ക് പലർക്കും ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്, ഇതുണ്ടായപ്പോൾ ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന രീതിയിൽ ഈ കുട്ടി എത്തിയത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ല. എന്താ സംഭവിച്ചതെന്നുള്ളതിന് ധാരണയില്ല. ദൃക്സാക്ഷിയായ ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു വ്യക്തിയും ഈ കുട്ടീൻ്റെ മുത്തശ്ശനും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട, മാറ്റം കൊണ്ടുവരേണ്ട, സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? ആലിൻ്റെ ഈ ഒരു മരണത്തിൽ നിന്ന് ഓർഗൻ ഡൊണേഷൻ എന്നുള്ള മഹത്തായിട്ടുള്ള ഒരു കർമ്മം മാത്രമല്ല, ഇനി അതിലുപരി നമ്മൾ സേഫ്റ്റിയെ കുറിച്ചും കൂടി അവെയർ ആവണം. ഞാൻ ആ മുത്തശ്ശൻ പറഞ്ഞ കുറച്ച് വാക്കുകളോട് വയ്ക്കാം. ഈ അന്ന് അപകടം നടക്കുമ്പോൾ മോള് മുത്തശ്ശിയുടെ മറ്റോ കയ്യിലായിരുന്നു അല്ലേ? അതെ അതെ അതെ. അതൊരു കോട്ടയത്ത് ഒരു കോൺവൊക്കേഷൻ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. എൻ്റെ മകൻ്റെ ഭാര്യ, മകൻ്റെ കുഞ്ഞ്, മകൻ്റെ അമ്മായിയപ്പൻ വണ്ടി ഓടിക്കുന്നു, ബാക്ക് സീറ്റിലാണ്. ഇവർ 3 പേരും ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കയ്യിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ആ ഇടിയുടെ ആഘാതത്തിൽ ആണ് മരണം പിന്നീട് സംഭവിച്ചത്. നമ്മൾ ഓരോരുത്തരും ഭയങ്കര ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ സേഫ്റ്റി. കാർ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ പുതിയ കാറ് വാങ്ങും അല്ലെങ്കിൽ കാറ് വാങ്ങാൻ പോകുന്ന ഒരു പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരാൾ ആദ്യം നോക്കുക എന്താ, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ടോ. പലരുടെയും മനസ്സിൽ ഈ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ എയർ ബാഗ് ഇടിച്ച് വരുന്നതും അല്ലെങ്കിൽ തട്ടുമ്പോൾ ബമ്പർ കൊഴിഞ്ഞാടുന്നതും എൻജിൻ കൊഴിഞ്ഞാടുന്നതും. ഇതിനകത്ത് വേറെ ഉണ്ട്. കുട്ടികൾക്കുള്ള 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ റേറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ അഡൽസിനുള്ള റേറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ചെറിയ കുട്ടികളെ ഇപ്പോഴും മടിയിൽ വെച്ച് അമ്മയുടെ കയ്യിൽ, മുത്തശ്ശിയുടെ കയ്യിൽ, ദാറ്റ് ഈസ് എ സേഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കുട്ടികളെ കാറിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പാരൻസ് പോകുന്നത്, ഗ്രാൻഡ് പാരൻസ് പോകുന്നത്. ഇപ്പം ഈ സിറ്റുവേഷൻ തന്നെ ആലിനെ കൊണ്ടുപോയ സമയത്ത്, അവരൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആലിനിരിക്കുന്നത് ആലിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കയ്യിൽ ബാക്ക് സീറ്റിലാണ്. ബാക്ക് സീറ്റ്, നോട്ട് ദ പോയിന്റ്, ബാക്ക് സീറ്റിലിരുന്ന കുട്ടിയാണ്. ഇവരുടെ വണ്ടിയിലേക്ക് വേറൊരു വണ്ടി വന്ന് ഇടിച്ചതാണ്. ആ വണ്ടി ഇടിച്ചതിൻ്റെ കാര്യമൊക്കെ ആ വ്യക്തി എന്താണെന്നൊക്കെ ഞാൻ പറയാം. അതും വേറൊരു ആസ്പെക്റ്റാണ്. അതും നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ സൊസൈറ്റിയിൽ ഒരു അവയർനെസ് കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പം ഈ കാര്യം സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസം പ്രായമുള്ളൊരു കുട്ടിയെ മടിയിൽ വെച്ച് കൊണ്ടുപോകുന്നത് സേഫ് അല്ല. ബിക്കോസ് നമ്മുടെ നാട്ടിലെ റോഡ്, നമ്മുടെ നാട്ടിലെ ട്രാഫിക്, ഇവിടുത്തെ ആളുകളുടെ ഓടിക്കുന്ന രീതി, റോട്ടിൽ എപ്പോൾ വേണേൽ അപകടം വരാം. ഈ സിറ്റുവേഷനൊക്കെ തരണം ചെയ്യാൻ സേഫ്റ്റി മെഷേഴ്സായിട്ട് കാറിൽ കൊടുത്തിട്ടുള്ള ബക്കിൾസ് ഉണ്ട്, കുട്ടികൾക്കുള്ള സീറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മളെ ചെറിയ കുട്ടികൾക്ക് ഏത് ബാൻഡ്, ഈ ഇത്ര ഇല്ലാത്തവനാണെങ്കിലൂടെ നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് നല്ല ഭക്ഷണം കൊടുക്കും, ഇടുന്ന ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഇടും, സ്നഗ്ഗി മേടിച്ചു കൊടുക്കും, മരുന്ന്, എല്ലാ കാര്യങ്ങൾക്കും ഒരു കുട്ടിയാകുമ്പോൾ പാരൻസ് ആ കുട്ടി എങ്ങനെ നോക്കി നടത്തും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളുടെ സേഫ്റ്റി നോക്കണം. ഇപ്പോഴും കൈക്കുഞ്ഞിനെ പിടിച്ച് ട്രിബിൾസും വെച്ച് ബൈക്ക് പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്.
കാറ് കയറുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇപ്പം ഈ കുട്ടിക്ക് സേഫ്റ്റിക്ക് ആയിട്ട് സീറ്റിൽ ബാക്കിലോ ഫ്രണ്ടിലോ ബേബി സീറ്റ്സ് ഉണ്ടാവും. ഈ ബേബി സീറ്റ്സ് വണ്ടിയിൽ വെക്കും തന്നെ, അല്ലെങ്കിൽ അതൊരു ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് തന്നെ ചെറിയ കുട്ടികളെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുക. അത് ആ സീറ്റിൽ വെച്ച് കൊണ്ടുപോയാൽ ഇതേപോലെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർ തെറിക്കില്ല, അവരെവിടെയും പോയി ഇടിക്കില്ല. ദേ ആർ സേഫ് ഇൻസൈഡ് ദാറ്റ് ബേബി ചെയർ. ആ ബേബി സീറ്റിൽ അവർ ഭയങ്കര സേഫ് ആയിരിക്കും. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇത് ഭയങ്കര പ്രൈസാണ്, ഇതിന് ഭയങ്കര പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരും, മലയാളികളുടെ മോസ്റ്റ് മെജോറിറ്റിയും ഈ ബേബി സീറ്റ്സ് ഉപയോഗിക്കില്ല. കാറിലെ സേഫ്റ്റി ഉണ്ട്, ഇറ്റ്സ് ദെയർ. കുട്ടികളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ബേബി സീറ്റാണ്, ദാറ്റ്സ് ഓപ്ഷണൽ. ഞാൻ പറയുമ്പോൾ ഇവിടെ ഒരു നിയമം കൊണ്ടുവരണം. 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുള്ള ഒരു പാരൻ്റാണ് കാർ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ബൈ ദാറ്റ്, മാൻഡേറ്ററി ആക്കണം. അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഇതെന്ത് കൊടുക്കണം, നിർബന്ധമായിട്ട് ഇത് കൊടുക്കണം. ഇപ്പം പല സാധനങ്ങളും നിങ്ങൾക്ക് ഓപ്ഷണലും ഉണ്ട്, വണ്ടി വാങ്ങുന്നതിന് കിട്ടുന്നതും ഉണ്ട്, അല്ലെങ്കിൽ നിർബന്ധമാക്കിയതും ഉണ്ട് ഇവിടെ ഗവൺമെൻറ് നിയമപ്രകാരം. ഇപ്പോൾ ഈ സീറ്റ് ബെൽറ്റ്സ് ഇട്ടില്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവുക, ഓവർ സ്പീഡ് പോയാൽ സൗണ്ട് ഉണ്ടാവുക, അങ്ങനെ സേഫ്റ്റി നോംസ് ഒരുപാടുണ്ട്, സേഫ്റ്റി മെഷേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ പറയുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് നിയമം ശക്തമാക്കണം. അല്ലെങ്കിൽ പോലീസുകാർ നിയമം ശക്തമാക്കണം. കൈക്കുഞ്ഞിനെ വെച്ച് കയ്യിൽ കൊണ്ടുപോകുന്ന, ബൈക്കിലോ കാറിലോ കൊണ്ടുപോകുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തി പെറ്റിയടിപ്പിച്ചോ. കാരണം സേഫ്റ്റി മാറ്റേഴ്സ്. ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കുട്ടികൾക്ക് അപകടം പറ്റുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് അവയർനെസ് കൊടുക്കണം. ബേബി സീറ്റ്സ് ആർ മാൻഡേറ്ററി, അത് വാങ്ങണം, വെക്കണം. അതിപ്പോൾ എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഐ തിങ്ക് ലൈക്ക് 15,000 മുതൽ 20,000 മുതൽ അങ്ങോട്ട് സീറ്റ്സ് അവൈലബിൾ ആണ്, ബക്കറ്റ് സീറ്റ് ബേബീസിനുള്ള. അത് വാങ്ങി അതിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾ പലരും ഫോറിൻ കൺട്രീസിലുള്ളവർക്ക്, എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും പലരും, അവരൊക്കെ ഉപയോഗിക്കാൻ ആ രാജ്യങ്ങളിൽ അതൊക്കെ നിർബന്ധമാണ്. അവരതിനെക്കുറിച്ച് കൂടുതൽ അവെയറാണ് പാരൻസ്. അവരങ്ങനെ ബക്കറ്റ് സീറ്റിൽ വെച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോവുക. അധികവും മോസ്റ്റ് മെജോറിറ്റി അങ്ങനെ കൊണ്ടുപോവുക. പക്ഷെ ഇവിടെ അതങ്ങനെയല്ല. ഇവിടെ ഇതിങ്ങനെ കയ്യിൽ വെക്കും. ഈ കൈയും നമ്മുടെ ദേഹവും തന്നെയാണ്. ശരിയാണ്, നമ്മുടെ അടുത്തിരിക്കുമ്പോൾ സേഫ്റ്റിയാണ്. പക്ഷേ ഇങ്ങനത്തെ ആക്സിഡൻറ്റ്സ് പറ്റുമ്പോൾ ഇത് സംഭവിക്കും. കാരണം തെറിച്ചു പോകും കുട്ടികളെ. സോ ഇത് ഒരുപാടധികം ചിന്തിക്കേണ്ട, നമ്മൾ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ചിന്തിക്കുക. കാറിൽ പോകുന്ന സമയത്ത് കുട്ടികളെ ആ സീറ്റ് വാങ്ങി അതിൽ വെക്കാൻ ശ്രമിക്കുക. ദേ ആർ സേഫ് ദെയർ. മനസ്സിലായോ? അവിടെ ഭയങ്കര സേഫാണ്. ശരിയാണ്, നിങ്ങളുടെ കയ്യിൽ സേഫ്റ്റി ഉണ്ട്, സേഫാണ്. പക്ഷേ അവിടെ ഒന്നും കൂടി അവർ സേഫാണ്. ഇങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ദേ ആർ സേഫ് ദെയർ. ഇത് ഈ കുട്ടി ബാക്കിലിരുന്നിട്ടാണ് ഈ കുട്ടിക്ക് ഈ ബ്രെയിൻ ഡെത്തായ ഒരു സിറ്റുവേഷൻ വന്നത്. മുത്തശ്ശൻ പറയുന്നത് ഇനിയും കേട്ടോ. പിന്നീട് ഞങ്ങൾ അമൃതായി, ഞാൻ പല പ്രാവശ്യം അമൃതായി പോയി. അവിടെ തിരിച്ചു കിട്ടത്തില്ല എന്നൊരു സ്റ്റേജ് വന്നത് എനിക്ക് തോന്നുന്നു 12-ാം തീയതി രാത്രിയിലും 13-ാം തീയതി നടന്ന ടെസ്റ്റുകളിലാണ്. അപ്പൊ ആ ടെസ്റ്റുകളിൽ തിരിച്ചു കിട്ടത്തില്ല എന്ന് കണ്ടപ്പം എൻ്റെ മകൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവന് ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന സൊസൈറ്റിയിൽ എന്തോ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അവൻ ഭാര്യയുമായിട്ട് ഡിസ്കസ് ചെയ്തെന്ന് പിന്നീടാണ് അറിഞ്ഞത്, എല്ലാം കഴിഞ്ഞാണ് അറിയുന്നത്. ഡിസ്കസ് ചെയ്തു, അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവന്റെ ഓർഗൻ കൊടുക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു. ഈ കുഞ്ഞ് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ചിന്തയാണ്, എൻ്റെ മകന്റെ ചിന്തയാണ്, അരുണിന്റെ ചിന്തയാണ്. ഭാര്യ ഷെറിനോടും പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം 13-ാം തീയതി ഡെത്ത് ആയിട്ട് കൺഫേം ചെയ്തു, സെറിബ്രൽ. അപ്പൊ എന്നോടൊരു അനുവാദം ചോദിച്ചു. ഇങ്ങനെ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ആലോചിക്കാതെ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇത് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ കുടുംബ തീരുമാനമായി ഇത് എത്തുകയായിരുന്നു. നല്ല ഫാമിലി, ഗ്രേറ്റ് പാരൻസ്. ബിക്കോസ് അവരത് കൊടുക്കാൻ റെഡി ആയല്ലോ. ഇവിടെ നിങ്ങൾ നേരത്തെ ഈ കുറേ എണ്ണം കമൻറ്റ് ചെയ്ത് കുറ്റം പറഞ്ഞിട്ട ആ അച്ഛനാണ് ഇതിന് ഇനീഷ്യേറ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? ഈ മുത്തശ്ശൻ്റെ വാക്കുകളിൽ അത് വളരെ എവിഡൻ്റ് ആണ്. ആലിൻ്റെ ഫാദറാണ് ഈ കുട്ടിയുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണമെന്നുള്ള ഇനീഷ്യേഷൻ ഫസ്റ്റ് മുൻകൈ എടുത്തതും ഇവരോടെല്ലാം പറഞ്ഞതും ഇവരെല്ലാം സമ്മതിപ്പിച്ച് ആ വ്യക്തിയാണ് ഇന്ന് 5 ജീവൻ ഇന്ന് നിലനിൽക്കുന്നത്. ഈ ആലിൻ്റെ ഓർഗൻസ് കിട്ടിയ 5 കുട്ടികൾ ഇന്ന് ജീവിക്കുന്നത് ഈ അച്ഛൻ്റെ ഒരു ഡിസിഷൻ കാരണമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് August 13th ഒരു ഓർഗൻ ഡൊണേഷൻ ഡേ അങ്ങോട്ട് ആചരിച്ച് പോവുക, അന്ന് കുറേ പോസ്റ്ററും അല്ലെങ്കിൽ അന്ന് കുറേ സ്റ്റാറ്റസ് ഇട്ടുള്ള പ്രഹസനങ്ങൾ കാണിക്കുക. അതിലുപരി നമ്മളെല്ലാവരും
ഓർഗൻ ഡൊണേഷൻ എന്നുള്ളത് കുറച്ച് സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേറൊരാൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളില്ലാതാവുന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോപ്പും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വേറൊരാൾക്ക് ജീവൻ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറേ മതം കുത്തിക്കയറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ കുറേ മിസ്കൺസെപ്ഷൻസ് കുത്തിക്കയറ്റി വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പല പോസ്റ്റുകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്, എസ്പെഷ്യലി ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത്. ഓക്കെ, ഒരു ഉസ്താദൊക്കെ വന്നിരുന്നിട്ട് പ്രസംഗത്തിനിടയിൽ പറയുന്നൊരു വീഡിയോ ഒക്കെ ഒരു 1-2 വർഷം മുമ്പ് ഭയങ്കര വൈറലായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞ അവയവദാനം ചെയ്യാൻ പറ്റുമോ, അവരുടെ ഈ പുസ്തകത്തിലും നിയമത്തിലും അതുണ്ടോ എന്നൊക്കെ ഉള്ളത്. സിംസാറുൽ ഹക്ക് ആണ് തോന്നുന്നു സിംസാറുൽ ഹക്ക് ഉദവി അങ്ങനെ തന്നെയാണ്, ഇഫ് ഐ എം നോട്ട് റോങ്, അങ്ങനെ ഒരു പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞത്. നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് വാങ്ങാൻ പറ്റും ഓർഗൻസ്. മനസ്സിലായോ? അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അത് ഒരുപാട് പേര് തിരുത്തി. പക്ഷെ സ്റ്റിൽ കുറച്ച് പേരുടെയൊക്കെ മനസ്സിനകത്ത്, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത്, ഓർഗൻ ഡൊണേഷൻ എന്തോ വലിയ സീനായിട്ട് കാണുന്ന ആളുകളുണ്ട്. അതൊക്കെ മാറണം. ഒരുപാട് കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരണം. ഇത് പറയുമ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. പ്രിയമുള്ളവരെ, കോഴിക്കോടാണുള്ളത്. മൈക്രോ സാധനമൊന്നും എടുത്തിട്ടില്ല. പിഞ്ചു കുഞ്ഞ് അവയവദാതാവായി എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു മെസ്സേജ് വല്ലാതെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രവണതയോട് യോജിക്കാനേ കഴിയുന്നില്ല. കാരണം ബ്രെയിൻ ഡെത്ത് എന്ന പേരിലാണ് പലപ്പോഴും, അതായത് പൂർണ്ണമായി മരിക്കാത്ത ആളെയാണ് ഈ അവയവങ്ങൾ പറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊരു കൊലപാതകമല്ലേ സുഹൃത്തുക്കളെ? മരിക്കാൻ സാധ്യത മാത്രമല്ലേ ഉള്ളൂ, അത് ജീവിക്കാൻ ഒരു സാധ്യത ബാക്കിയില്ലേ? അപ്പൊ ഈ അവയവദാനത്തെ ഇങ്ങനെ അവയവദാനമാണോ അതോ ഒരു പച്ചയായ കൊലപാതകമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലപ്പോഴും മരിച്ചു എന്ന് സ്ഥിരീകരിച്ച് ആംബുലൻസിൽ കയറ്റിവിട്ട ആളുകൾ പോലും എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിഞ്ചു കുഞ്ഞ് അതിന്റെ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുമ്പോ മറ്റാർക്കോ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ പുണ്യകർമ്മം എന്ന് പറഞ്ഞായിരിക്കും ചെയ്യുന്നത്. പക്ഷേ പേഴ്സണലി എന്റെ ഇതിനോടുള്ള താല്പര്യക്കുറവ് അറിയിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് മാത്രം ഇത്തരം പ്രവണതകൾക്ക് നിൽക്കുക. എന്തെങ്കിലും ചിന്തിക്കാതെ എന്തോ ഒരു മോട്ടിവേഷൻ കേട്ടിട്ട് ഇതിനകത്തൊന്നും എടുത്ത് ചാടരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്റെ സൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇൻഷാല്ലാ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ആരും എൻ്റെ വാക്ക് ശ്രദ്ധിക്കരുത് എന്ന് ഞാൻ പറയും. തൊപ്പിയിട്ട പൊട്ടാ, നീ എന്താ പറയുന്നത്? ഇവിടെ ബ്രെയിൻ ഡെത്ത് വന്ന് തിരിച്ചു വന്നത് റെയർ ഓഫ് ദ റെയറസ്റ്റ് സിറ്റുവേഷനിൽ ആരെങ്കിലുമൊക്കെ വന്ന് കാണൂടെ? പിന്നെ നീ പറഞ്ഞല്ലോ വേറൊരാൾ കാത്തിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അത് കൊലപാതകമാണോ ചെയ്യുന്നത്? ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഒരാൾ തീർന്നു, അതിനപ്പുറം വേറെ ഇല്ല. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ഒരാളെ ഒരു ഫാമിലി എത്ര കാലം സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ തിരിച്ചു വരുന്നു പറഞ്ഞാൽ അവരെ നോക്കാൻ പറ്റും? മണ്ടറാണേ നീ. അംബാനിക്ക് പോലും പറ്റില്ല ചിലപ്പോൾ. അത്രയും കാലം ഒരാൾക്ക് അത്രയും ഫെസിലിറ്റി കൊടുത്ത് വെന്റിലേറ്റർ വെച്ച് ഇതിങ്ങനെ. നമ്മൾ ഈ അടുത്ത എങ്ങാണ്ടൊരു സൗദിയിലോ ദുബായിലോ എങ്ങാണ്ടൊരു രാജാവിൻ്റെ മകൻ ഇതേപോലെ കുറേ കാലം കിടന്നിട്ടുണ്ടായിരുന്നു കോമയിൽ. അവർ കുറേ അതൊക്കെ അത്രയും വെൽത്ത് ഉള്ളവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും, എന്നാലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വരും, കാരണം അത്രയും എക്സ്പെൻസീവാണ്. പിന്നെ അതൊക്കെ പോട്ടെ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോയി. റെയർ ഓഫ് ദ റെയർ സിറ്റുവേഷനാണ് അയാൾ തിരിച്ചു വരിക എന്നുള്ളത്, ആ ഒരു ജീവൻ തിരിച്ചു വരിക എന്നുള്ളത്. അപ്പം അതിന് വലുതെന്താ? ഒരു 5 ജീവനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓർഗൻ കാരണം വേറെ ജീവനുകൾ ഇവിടെ നിലനിൽക്കാൻ പറ്റിയ, ഭൂമിയിൽ അവർക്ക് കൂടുതൽ ജീവിക്കാൻ പറ്റിയ, അത് തന്നെയല്ലേ വലിയ കാര്യം. മണ്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പം ഒരു ഇൻഷാള്ളയും കൂട്ടി തൊപ്പിയിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനാണ് ആ നാണക്കേട് ഉണ്ടാക്കി വയ്ക്കുന്നത് ഒരു മൊത്തം ഒരു കമ്മ്യൂണിറ്റിക്ക്. മണ്ടത്തരാന്ന് വിളിച്ച് പറയുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് വിളിച്ച് പറയുകയാണ്. എന്ത് പറയാനാണ് ഇവനൊക്കെ? ഇങ്ങനെയുള്ള ആളുകളുടെ വാക്കൊന്നും നിങ്ങൾ കേൾക്കരുത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനി ആർക്കെങ്കിലും ഓർഗൻ ഡൊണേഷൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൃതസഞ്ജീവനി പോലത്തെ പോർട്ടൽസിൽ കയറുക, എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ബേബി സീറ്റ്സ്, സേഫ്റ്റി സീറ്റ്സിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതൊരു സൈഡിൽ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, ഈ അപകടം നടന്ന സമയത്ത് ഓക്കെ അവിടെ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമായിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തി സംസാരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഫ്രണ്ടിലായിരുന്നു ഈ വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ മെഡിക്കൽ ഫീൽഡാണ്, മരുന്നുമായിട്ട് പോകുന്ന ഡ്യൂട്ടിയാണ് എൻ്റെ. അത് കോട്ടയം മെഡിക്കൽ കോളേജ് മരുന്ന് ഇറക്കിയതിന് ശേഷം ഓർമ്മകാവൽ കഴിഞ്ഞ് പതുക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ ഈ വണ്ടി പതുക്കെ പോയിക്കൊണ്ടിരിക്കുക, സൈഡ് ചേർന്ന് പോകുമായിരുന്നു.
ഓപ്പോസിറ്റ് റോങ് ആയിട്ട് ഈ ഒരു വണ്ടി വന്നിട്ട് അതായത് പാമ്പ് വരുന്ന പോലെ തന്നെ വന്ന് വളഞ്ഞ് കയറി വരുന്നത് ചെയ്തത്. അപ്പോൾ എൻ്റെ ബാക്കിലുണ്ട് ആ വെള്ളം കൊണ്ട് വന്ന വണ്ടിക്കാരിലെ പയ്യൻ ഏസ് ആണ്. ആ വണ്ടി വന്ന പയ്യൻ വന്ന് എൻ്റെ കൂടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടാണ് ആ വണ്ടി പൊളിച്ചെടുത്ത് ആദ്യം അവരെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ എൻ്റെ കൈ തരിക. ഇപ്പോൾ ഈ പയ്യനാണ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ തോളത്തോട്ട് തരുന്നത്. അപ്പോൾ ഞാൻ തോളത്തപ്പോൾ ആരും പറഞ്ഞു കുഞ്ഞിനൊന്നും കുഴപ്പമില്ല, അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടിയായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ തല പൊട്ടിയിട്ട് ബോധമില്ലാതെ ഇങ്ങനെ ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. ആവില്ല. അപ്പം ഞാൻ ഓർത്തു അവർക്കെന്തോ സംഭവിച്ചു. അപ്പോൾ കുഞ്ഞിന് കുഴപ്പമില്ല എന്നെല്ലാവരും പറഞ്ഞു. അപ്പം ഞാനും മാറി നിന്നിട്ട് കുഞ്ഞിൻ്റെ ഈ കുറച്ച് നേരം തട്ടിയിട്ട് അനങ്ങത്തില്ലല്ലോ, ഇത്രയും സൗണ്ട് ഉണ്ടായിട്ട് അനങ്ങാത്തതുകൊണ്ട് കാലിൽ ഈ വെള്ളം ചൊറിഞ്ഞു പോയി. ഇപ്പം ഒട്ടും അനക്കമില്ല. കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ പോകണം, ആംബുലൻസ് വരാൻ നിൽക്കണ്ട. അപ്പോൾ അടുത്തുള്ളവരോടെല്ലാം ഞാൻ ചോദിച്ചു, ഒന്ന് വരാവോ ഒന്ന് പോകാമോ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വണ്ടിയിൽ പോകും. എല്ലാവർക്കും പറയുന്നവരെല്ലാം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ആംബുലൻസ് വന്നപ്പോൾ അവർ പേഷ്യൻറ്റേയും കൊണ്ടാണ്, അവരെ കുറ്റം പറഞ്ഞു 108 തോന്നുന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. അവരെ പുള്ളി പറയുന്നുണ്ട് നിങ്ങൾ ആംബുലൻസ് വിളിക്കുക, അവർ വരും, പെട്ടെന്ന് വരും, ഞാനൊരു പേഷ്യൻറ്റിനെ കൊണ്ട് പോവുകയാണ്, അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി തടഞ്ഞ വണ്ടി അവർ പോവുകയും ചെയ്തു. പിന്നെ വരുന്നവരെല്ലാം പോകുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടാകുന്നത് കുഞ്ഞിന് അനക്കമില്ലാന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരി ആ കൊച്ചിൻ്റെ അമ്മയെ വിളിക്കുന്നു, വണ്ടിക്കകത്ത് കയറാൻ പറയുന്നു. കയറിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ടീമെമ്പിലോട്ട് പോകാനായിരുന്നു പ്ലാൻ ചെയ്തതിലും, പക്ഷേ എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെത്തി ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് പോകാനൊരു തീരുമാനം എടുത്ത്. ഈ വ്യക്തി ഒരു ഹീറോ ആണ്. പാരൻസിനെ പോലെ ഈ വ്യക്തി ഒരു ഹീറോ ആണ്. ഒരു അപകടം സംഭവിച്ചു, അപകടത്തിൽപ്പെട്ട ആളുകളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഇഗ്നോർ ചെയ്ത് പോകുന്നവരെ കുറിച്ചൊന്നും നമുക്കൊന്നും പറയാനില്ല. കാരണം പലരും പല പേടി കാരണം, അതും ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. കാരണം പല സാഹചര്യങ്ങളിലും ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ ഒരാളെ എടുത്തുകൊണ്ട്, ഇത് എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പോലീസ് വന്നിട്ട് പോയാൽ മതി, പോലീസുകാർ വരട്ടെ, അങ്ങനെ ആകട്ടെ, പലരും പല രീതിയിലാണ് നമ്മളോട് തിരിച്ച് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ഉണ്ടായവരായിരിക്കാം ചിലപ്പോൾ നോക്കാതെ പോകുന്നതും, അല്ലെങ്കിൽ അവരുടെ തിരക്ക്. പക്ഷേ അവരുടെ തിരക്കിന് വലുതൊന്നും അല്ല ഒരു ജീവൻ എന്ന് പറയുന്നത്. ഒരു കുട്ടി, പിന്നെ ഒരാൾ തലപൊട്ടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് പോവുക, ഇഗ്നോർ ചെയ്യരുത് എന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. അത് നമ്മളൊരു പാഠമായിട്ട് എടുക്കണം. റോട്ടിൽ എന്തെങ്കിലും ഒരാൾക്ക് സംഭവിച്ച് കിടന്നാൽ അവിടെ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിൽ നമുക്കൊരു അവയർനെസ് വേണം. ദിസ് മാൻ ഈസ് എ ഹീറോ. ഇപ്പം ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതായത് ഈ കുട്ടിയെയും കൊണ്ട് ഇവർ പെട്ടെന്ന് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്താൻ നോക്കി. വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറയാലോ, ഈ വ്യക്തി കൊണ്ടുപോയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ICU ഇല്ല. അതൊക്കെ വേണ്ടേ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ? നോർമൽ ICU പോലെ തന്നെ പീഡിയാട്രിക് ICU, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് 24/7 ഓപ്പൺ ആക്കണം. ഞാൻ പറയുമ്പോൾ 24/7 ഓപ്പൺ ആക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പീഡിയാട്രിക് ICU എന്ന് പറയുന്നത്. കുട്ടികളെ ഇല്ലെങ്കിൽ രാത്രി എങ്ങനെ എടുത്തിട്ട് ഓടും, എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ നമ്മുടെ മിനിസ്റ്റേഴ്സും ബാക്കി അവിടുത്തെ ഭരിക്കുന്ന സോക്കോൾഡ് ഭരണം ചെയ്യുന്നവരൊക്കെ നോക്കേണ്ട ഒരു കാര്യമാണ്. ഹെൽത്ത് സെക്ടർ വലുതായി, അല്ലെങ്കിൽ നമ്മൾ ലോകോത്തര നിലവാരത്തിലുള്ള കേരള നമ്പർ 1 ഹെൽത്ത് സെക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും പല ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പീഡിയാട്രിക് ICU ഇല്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രി കയറിയത്. അവിടുന്ന് പിന്നെ അവരാണ് ആംബുലൻസിൽ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒക്കെ. നമ്മളെ കൊണ്ട് മാക്സിമം ആ കുഞ്ഞ് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞ് 2-3 ദിവസം ഞാൻ വണ്ടി ഓടിയുള്ളൂ, പിന്നെ ഞാൻ ഓടിയിട്ടില്ല. പിന്നെ ഞാൻ ലീവ് എടുത്ത് പോവായിരുന്നു. പിന്നെ ഓടി, പിന്നെ 3-4 ദിവസം ഓടി, 3-4 ദിവസം ഓടിയുള്ളൂ. പിന്നെ എനിക്ക് അങ്ങോട്ട് ഓടാനുള്ള ഇത് കിട്ടുന്നില്ല. കാരണം കുഞ്ഞിൻ്റെ മനസ്സ് എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരിക്കലും ആ കൊച്ചിൻ്റെ കരച്ചിലോ സൗണ്ടോ ഒന്നും ഞാൻ കേട്ടിട്ടില്ലേ. ആദ്യമായിട്ട് എൻ്റെ കൈ കിട്ടി ആ ഉറങ്ങുന്ന പോലെ തന്നെ അവസാനം വരെ ഞാൻ കണ്ടത്. ആദ്യമായിട്ട് കാണുന്നത് അവരെ എല്ലാം എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു എല്ലാവരും. പക്ഷേ പ്രതീക്ഷിച്ചു ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ എടുക്കുമെന്ന് ഞാൻ അവരോട് ഞാൻ വരുമെന്ന് എല്ലാം ഓക്കെ ആയിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ടുകൊണ്ട് അത് അവർക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്തു പോയി. അവരുടെ പ്രയാസം ഞാൻ നല്ലപോലെ കണ്ട. അവർക്ക് അത് എങ്ങനെ പറ്റിയെന്ന് എനിക്ക് തന്നെ അതിശയിച്ചു പോയി. ആ സമയത്ത് ഒട്ടും ധൈര്യമില്ല അവർക്ക്. ഞാൻ പറയുമ്പോഴേക്കും എൻ്റെ കുഞ്ഞ് ചേട്ടാ എന്നോട് പറയുകയാണ്, എന്നെക്കാട്ടിലും ഇളയതാണ്, ഞാൻ പുള്ളിക്കാരി ചേച്ചിന്നാണ് വിളിച്ചത്. അവരൊരു ചേട്ടാന്ന് വിളിച്ചു. ചേട്ടാ കുഞ്ഞിന് അനക്കും ഇല്ല, അവളെന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ചേച്ചി ഒന്നും പേടിക്കണ്ട, ചേച്ചി ഒന്ന് സമാധാനിക്കുക, ഞാനിതൊന്ന് എത്തിച്ചോട്ടെന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് സമാധാനം കൊടുത്തു. ഞാൻ അത്ര എനിക്ക് പറ്റുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഈയിടെയും വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞാൻ ഫെയിലായി പോയിടാന്ന് പറഞ്ഞു. ഞാൻ എടുക്കുന്ന പരിപാടിയെല്ലാം ഫെയിൽ ആകുവാണല്ലോടാ, ഞാൻ അതും പറയുകയും ചെയ്തു. നിങ്ങൾ ഫെയിലായിട്ടില്ല, നിങ്ങളങ്ങനെ വിചാരിക്കുന്നു വേണ്ട, ചെയ്ത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? നേരത്തെ കമൻ്റ് ഇട്ട ഏതെങ്കിലും നാറികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ആ പാരൻസ് കരയാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് വിഷമമില്ല എന്നല്ല, മനസ്സിലായോ? അവർ ആ പ്രൗഡ് ഫീലിങ്ങിലാണ്. ഓക്കെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, 5-ാം തീയതി സംഭവിച്ചതാ, 14-ാം തീയതി വരെ അവർ കരഞ്ഞുകൊണ്ടിരിക്കണോ? അല്ലെങ്കിൽ അതിന് ശേഷവും കരയണോ നിങ്ങളെ മുന്നിൽ വന്നിരുന്നിട്ട്? എന്ത് കഷ്ടമാണ്. ഇപ്പോൾ ഈ വ്യക്തി പറയുന്നത് കേട്ടില്ലേ, അവർക്ക് ആ ഇയാൾക്കേ സങ്കടമാണ് മനസ്സിനകത്ത്, പക്ഷേ സ്റ്റിൽ അവർക്കൊക്കെ ഉള്ളൊരു മനസ്സിനകത്തുള്ളൊരു ഒരു സന്തോഷമല്ല. ദേ ആർ പ്രൗഡ് ബിക്കോസ് ആ പാരൻസ് ആ ഡിസിഷൻ എടുത്തു. കുട്ടിയുടെ ജീവിതം എന്താണെങ്കിലും തിരിച്ചു കിട്ടില്ല എന്ന് കണ്ടപ്പോൾ 5 കുട്ടികൾക്ക് വീണ്ടും ജീവിതം കിട്ടുന്ന രീതിയിൽ അവരവരുടെ മകളുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തു. അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു തരം എന്താ പറയുക, ഒരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മനസ്സിലായി? വേറൊരു ജീവൻ കൊടുക്കുന്നത് ഒരു തരം അവർക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള, അല്ലേ? അതത്ര കൃത്യമായിട്ട് ഇവിടെ സിസ്റ്റത്തിന് ഫെയിലിയർ എന്ന് പറയുമ്പോഴും അത് ഞാൻ എടുത്ത് പറയണേ, ഇവിടെ ഈ ഒരു ഓർഗൻ ഡൊണേഷൻ്റെ ടൈമിൽ സിസ്റ്റം വളരെ ക്ലിയർ ആയിരുന്നു. ഓർഗൻ ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് റിസീവ് ചെയ്യുന്ന ഡോണേഴ്സിൻ്റെ ഹോസ്പിറ്റൽസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാം ലൈക്ക് എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഇവിടെ വർക്ക് ചെയ്തത്. ഹാറ്റ്സ് ഓഫ്. അതിന് കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. അപ്പോൾ പലരുടെയും ആഗ്രഹവും ആശയും അല്ലെങ്കിൽ പലരുടെയും എന്താ പറയുക, ഒരു മുന്നോട്ട് നോക്കിക്കാണുകയാണ് ഒരു ഓർഗൻ റിസീവ് ചെയ്യാൻ വേണ്ടി. ആ ടൈമിൽ അത് കൃത്യമായി എത്തിക്കുന്നതൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അത് ചെയ്ത സിസ്റ്റത്തിന് എന്താണെങ്കിലും ഒരു ഹാറ്റ്സ് ഓഫ്. പ്ലസ് നേരത്തെ ഈ കമൻറ്റ് ബോക്സിൽ തെറി വിളിച്ചവർക്കുള്ള ഉത്തരവാണിത്. ആരുടെയൊക്കെയോ പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്കാണ് ഇവരെന്ത് ചെയ്തത്, ഒരു ഉത്തരം പറഞ്ഞ് 5 ഓർഗൻസ് ഡൊണേറ്റ് ചെയ്ത് ആ 5 ജീവനും ആ പ്രതീക്ഷ അവരെന്ത് ചെയ്തു, ഇനിയും ജീവിക്കാനുള്ള അവരുടെ ആ പ്രതീക്ഷ അവർക്ക് നിറവേറ്റി കൊടുത്തു. ആ പാരൻസിനെയാണ് നിങ്ങൾ പോയിട്ട് ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് കുറ്റം പറഞ്ഞത്. കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടായ വാഹനം അത് ഓടിച്ചിരുന്ന ആരായിരുന്നു? ഒരു 85 വയസ്സുള്ളവർ. അത് ഈ കുഞ്ഞിനെ തോളത്തിട്ടോണ്ട് ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു കാല് ചവിട്ടിയിട്ട് ഞാൻ വലിച്ചു തുറന്നപ്പോൾ അവർ എയർ ബാഗ് വർക്ക് ചെയ്യപ്പോൾ ഓക്കെയാണ്. അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ അപ്പച്ചനെ പിടിച്ച് ഇറങ്ങാൻ കയ്യെ പിടിച്ച് കുഞ്ഞിനെ തോളത്തിട്ടുകൊണ്ട് തന്നെയാണ് ഇറക്കുന്നത്. ഇറങ്ങി പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ട് അച്ഛാ, കുഴപ്പമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ല, അവർ റോങ്ങാണ്. ഞാൻ പറഞ്ഞു അവർ റോങ് അല്ല അച്ഛൻ, നമുക്ക് പിന്നെ സംസാരിക്കാം, നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്ക്, നമുക്കൊരു ആശുപത്രി പോകാം, ആംബുലൻസ് ഇപ്പോൾ ഒന്നിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അതെല്ലാം പറഞ്ഞത് ഈ കുഞ്ഞിനെ തോളത്ത് വെച്ചോണ്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊച്ചിനൊന്ന് മാറിക്കൊടുത്തു. ഒരു കൊച്ചിന് മാറിക്കൊടുത്തായിരുന്നു അവിടെ ഇന്ന പയ്യനെ. അവന് മണിയായിരുന്നു പിടിക്കുക, ഞാൻ വണ്ടി ഒന്ന് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പനാണ് കുഞ്ഞിൻ്റെ അമ്മയുടെയിലോട്ട് പിന്നെ കിട്ടുന്നത്. പിന്നെ അമ്മ മേടിക്കുന്നത് കുഞ്ഞിനെന്താ ഇങ്ങനെ ഇവളിങ്ങനെ എന്തോ കരയുന്നത്, ഇങ്ങനെ ഉറങ്ങത്തില്ല എന്ന് അമ്മയ്ക്ക് ഡൗട്ട് വന്നു. അങ്ങനെ സംസാരിക്കുക, അങ്ങനെ കയറി പോകുന്നവർ. വേറെ ഇതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, 85 വയസ്സുള്ള ഒരാളുടെ വണ്ടിയാണ് റോങ് സൈഡ് കയറി ആലിനും പാരൻസും ഗ്രാൻഡ് പാരൻസും യാത്ര ചെയ്തിരുന്ന കാറിൽ വന്ന് ഇടിച്ചത്. 85 വയസ്സുള്ള ഒരു വ്യക്തി. ഇവിടെ ഞാൻ ഇപ്പോഴും റോഡിൽ നോക്കുന്നത്, ഞാൻ ഇവരാരെയും ഈ വയസ്സായവരെ തള്ളി പറയുമൊന്നുമല്ല, നാളെ എനിക്കും വയസ്സാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാവും ഒരു പ്രായത്തിൽ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് ഈസ് ജസ്റ്റ് ആൻ ഓവർ കോൺഫിഡൻസ്. 85 വയസ്സ് 80 വയസ്സിലൊക്കെ ആരുടെയും അങ്ങനെ വണ്ടി എടുത്ത് പറഞ്ഞയച്ച പുറത്തേക്ക് അതൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റിയ, ചിലപ്പോൾ റെയർ ഓഫ് ദ റെയറസ്റ്റിൽ ആർക്കെങ്കിലും ഒരു മനുഷ്യൻ ആ വയസ്സിലൊക്കെ ഇപ്പോഴും ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നമ്മളെ റോഡിൻ്റെ അവസ്ഥ, നമ്മളെ വണ്ടികൾ വരുന്ന അവസ്ഥ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണ്ട 85 വയസ്സുള്ള ഒരാൾ റോഡിൽ വണ്ടി എടുത്ത് ഇറങ്ങാൻ. ഇവിടെ നിയമം കൊണ്ടുവരണം. എല്ലാ 10 വർഷം 15 വർഷം കൂടുമ്പോഴും, ഇപ്പോൾ 18 വയസ്സിൽ ഒരാൾക്ക് ലൈസൻസ് കിട്ടി, 10 വർഷം കഴിഞ്ഞ് 28 വയസ്സിൽ അവൻ റീടെസ്റ്റ് ചെയ്യണം, അവനോ അവളോ റീടെസ്റ്റ് ചെയ്യണം. അടുത്തൊരു 10 വർഷം വരുമ്പോൾ അടുത്ത 38 ചെയ്യണം, 48 ചെയ്യണം. അങ്ങനെ 10 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നിയമം കൊണ്ടുവന്ന് ഇവരെ റീടെസ്റ്റിന് നമ്മളൊക്കെ റീടെസ്റ്റ് ചെയ്യണം. കാരണം ഈ 10 വർഷം ഗ്യാപ്പിൽ ചിലപ്പോൾ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച കുറയാം, ചെവിയുടെ കേൾവി ശക്തി ചിലപ്പോൾ കുറയാം. ചിലപ്പോൾ ചിലർ ഡ്രൈവ് ചെയ്യാതെ വെറുതെ ലൈസൻസ് കൊടുത്ത് വെച്ച് നടക്കുന്നവർ കാണുമായിരിക്കും. പല രീതിയിലുള്ള മനുഷ്യന്മാരുണ്ടാവും. ഇതിങ്ങോട്ട് ലൈസൻസും കൊടുത്തിട്ട് ഇത് റിന്യൂവ് ചെയ്യാൻ നേരത്ത് നമുക്ക് ചുമ്മാ പോയിട്ട് വെറുതെ റിന്യൂവ് ചെയ്ത് പോരാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യണം. രണ്ടാമത് 8ഉം എച്ചോ കയറ്റം കയറിയിട്ടോ ഇറക്കിയിട്ടോ റോഡ് ടെസ്റ്റ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ഡ്രൈവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതും ഒരു പെർട്ടിക്കുലർ ഏജ് ലിമിറ്റ് ചെയ്താൽ കട്ട് ചെയ്യണം. ഈ 85 വയസ്സിന് ഇങ്ങനെ ലൈസൻസ് ആക്റ്റീവ് ആണോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഐ തിങ്ക് 85 വയസ്സിൽ ലൈസൻസ് കട്ടാവും, സീനിയർ സിറ്റിസൺസ് ആയ കട്ടാവും, ഇഫ് ഐ എം നോട്ട് റോങ് കട്ടാവും തോന്നുന്നു, അല്ലെങ്കിൽ യു ക്യാൻ കറക്റ്റ് മീ. ഇനി അത് കട്ടാവാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ 80 വയസ്സിന് മുകളിലുള്ളവർക്കൊന്നും ലൈസൻസേ വെക്കാൻ പാടില്ല. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾക്കും മക്കൾക്കും എതിരെ കേസെടുക്കണം.
എന്തിനാണ് എന്താവശ്യത്തിന് റിസ്ക് എടുക്കേണ്ട ആവശ്യമുള്ളത്? അതൊരു വേറൊരു ഫാക്ടർ, അത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഇവിടെ സേഫ്റ്റി. ഇപ്പം ഈ ആലിൻ എന്ന് പറഞ്ഞ കുട്ടി അമ്മമ്മയുടെ മടിയിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി അത് എത്ര വില കൂടിയ കാറാണെന്നുണ്ടെങ്കിലും കയ്യിലിരിക്കുന്നത് നമുക്ക് സേഫായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ റോഡിലൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ദാറ്റ്സ് നോട്ട് സേഫ്. തെറിച്ചു പോകും കുട്ടി. ഈ കുട്ടിയുടെ ആലിൻ്റെ അവസ്ഥ തന്നെ നിങ്ങൾ കണ്ടില്ലേ? സോ അതിൻ്റെ സേഫ്റ്റി എന്താണോ, അതായത് കുട്ടികൾക്കുള്ള സേഫ്റ്റിക്ക് വേണ്ടി ഒരു മാനുഫാക്ചേഴ്സ് എന്ത് വെച്ചോ ആ ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. ആസ് എ പാരൻറ്റ് ദാറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് നമുക്കൊക്കെ ഇടയിൽ. പക്ഷെ അതിനൊക്കെ മാറ്റം വരണം. ഇവിടുത്തെ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ 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 വലുതാണ്. ഓർഗൻ റിസീവ് ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ടും ഓർഗൻസ് ആവശ്യമുള്ള ആളുകൾ അതിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്, അതിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അൺഫോർച്യുനേറ്റ്ലി ഡൊണേറ്റ് ചെയ്യാനുള്ള ആളുകൾ വളരെ വളരെയധികം കുറവാണ്. ഇല്ല, ആളുകൾ വളരെ കുറവാണ്. ചുരുക്കം ചില ഓർഗനൈസേഷൻസ്, കുറച്ച് ആളുകൾ മാത്രമേ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൂ. സോ അതിലൊരു മാറ്റം കൊണ്ടുവരണം, അതിൻ്റെ നമ്പറിലൊരു വർധനവ് വരണം. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റണം. സോ ഡെഫിനറ്റ്ലി ഈ ഒരു കണ്ടൻറ്റ് എനിക്ക് സാധാരണ ഞാൻ കണ്ടൻറ്റ് ചെയ്യുന്ന പോലെയല്ല, അരി മാറ്റേഴ്സ് അല്ല എനിക്ക് ഈ കണ്ടൻറ്റ്. ഞാനൊരു വീഡിയോയിലും പറയാറില്ല ഇതൊരു 10 പേര് കണ്ട് കൊള്ളാം അല്ലെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് പോകണമെന്ന്. പക്ഷേ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റ് ഒരു 10 പേര് കണ്ടാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. ലെറ്റ്സ് സീ. അപ്പോൾ ഓക്കെ ഗൈസ്.